പേജ് നമ്പർ 48 പ്രവാസിയോം പർ ബനി കുച്ച് ബെഹത്തരീൻ മലയാളം ഫിലിമേം എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. അതായത് നമ്മുടെ പ്രവാസികളുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നല്ല മലയാളം ഫിലിംസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആടുജീവിതം എന്നുള്ള മൂവിയാണ്. 2024 റിലീസ് ആവുന്നത്. ഈ ഫിലിമിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റോറി വേറെ അറിയാമെങ്കിൽ, കാരണം ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇവിടെ ഇത്രേ തന്നിട്ടുള്ളൂ. ये फिल्म एक ऐसे भारतीय प्रवासी की कहानी बताती है जो सऊदी अरब में लापता हो जाता है और उसे गुलामों जैसा जीवन जीने के लिए മജ്ബൂർ കിയാ ജാത്താ ഹെ. അപ്പൊ ഈ ഫിലിമിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ മിസ്സിംഗ് ആയി പോകുന്ന ഒരു ഭാരതീയനായിട്ടുള്ള ഒരു പ്രവാസിയുടെ കഹാനിയാണ്. മലയാളിയാണ് അദ്ദേഹം. എന്നിട്ട് അവിടെ മിസ്സായതിനു ശേഷം അവിടെ ഗുലാമോം ജയ്സ, അതായത് സ്ലേവറി, എന്താ പറയുക, അടിമകളെ പോലെ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു പ്രവാസി മലയാളിയുടെ ജീവിതമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ലാപ്പത്ത എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ആണ്. രാജ്യം സൗദി അറേബ്യ ആണ്. പിന്നെ ഗുലാമോ എന്ന് പറഞ്ഞാൽ അടിമകൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഈ ഫിലിം 2008 में प्रकाशित इसी नाम से लोकप्रिय मलयालम उपन्यास पर आधारित है. 2008 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള മലയാളം നോവൽ, ഉപന്യാസം എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എസ്സേ അല്ല, നോവലാണ്. നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആടുജീവിതം എന്ന സിനിമ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മൂവി പത്തേമാരിയാണ്. അതും അറിയാമെന്ന് വിചാരിക്കുന്നു. 2015 മൂവി റിലീസ് ആവുന്നത്. ഈ ഫിലിം 1960 के दशक की शुरुआत में केरल से घाटी देशों में प्रवास करने वाले एक व्यक्ति के जीवन पर आधारित है, जब केरल में गल्फ देशों में जाने का चलन शुरू ही हुआ था. അപ്പോൾ ഇത് ഈ ഫിലിം എന്ന് പറയുന്നത് 1960s, അതായത് 1960 കാലഘട്ടങ്ങളിൽ, ആ ഒരു കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ കേരളത്തിൽ നിന്നും ഘാട്ടി ദേശം എന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിലേക്ക് പ്രവാസത്തിന്, അതായത് മൈഗ്രൻ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന വ്യക്തികളുടെ ജീവിതം റിലേറ്റഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. ആ സമയം എന്ന് പറയുന്നത്, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് ആൾക്കാർ ഗൾഫ് ദേശങ്ങളിലേക്ക് വർക്കിനായിട്ട് പോകുന്ന ഒരു ട്രെൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക മാത്രം ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതാണ് ഈ മൂവിയിൽ കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നുള്ള മൂവിയാണ്. 1980 റിലീസ് ആവുന്നത്. കുറച്ച് പഴയ മൂവിയാണ്. ഈ ഫിലിം എന്ന് പറയുന്നത് ഗൾഫ് ദേശവും ഈ ഗൾഫ് ദേശങ്ങളിലെ പ്രവാസികളുടെ ശുരുവാത്തി ദിനം, ആദ്യമായിട്ട് ഗൾഫ് ദേശങ്ങളിൽ എത്തിപ്പെട്ട പ്രവാസികളുണ്ടല്ലോ, അവരുടെ ആദ്യ കാലഘട്ടമാണ് ഈ കഹാനിയിൽ പറയുന്നത്. ഈ പേലി മലയാളം ഫിലിം തി ജിസ്കി ഷൂട്ടിംഗ് ഗൾഫ് ദേശവുമേ ഹുയി. അപ്പം ഇത് 1980 അവിടെ റിലീസായ ഒരു മൂവിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ മൂവിയാണ് ഗൾഫ് നാടുകളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള മലയാളത്തിലത്തെ ആദ്യത്തെ പടം. ഗൾഫിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നുള്ള മൂവിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് മൂവീസാണ് പ്രവാസികളുടെ ജീവിതമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ വരുന്നത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ്, മലയാളം സാഹിത്യത്തിലേക്ക്. ഇനി സാഹിത്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. മൂവീസ് കൺക്ലൂഡ് ചെയ്തു അവിടെ കേട്ടോ. ഈ മൂന്നെണ്ണേ പറഞ്ഞുള്ളൂ. ഇനി സാഹിത്യങ്ങൾ നമ്മൾ എഴുത്തുകളിലൊക്കെയും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബെന്യാമിന്റെ ആടുജീവിതം പോലെയുള്ള ഉപന്യാസത്തിന്, അതായത് നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി എടുത്തത്. അതുപോലെ മലയാളം സാഹിത്യങ്ങളുണ്ട്, അതായത് പ്രവാസ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന സാഹിത്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അത്തരത്തിലുള്ള ലിറ്ററേച്ചർ ഏതൊക്കെയാണ് എഴുത്തുകൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ബെന്യാമിനാണ്. റൈറ്ററും പറയുന്നുണ്ട്. റൈറ്ററിനെ പോലെ കൂടെ തന്നെ അവരുടെ റൈറ്റിങ്സിനെ കുറിച്ചിട്ട്, മെയിൻ ആയിട്ട് റൈറ്റേഴ്സിന്റെ പേരാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അവരുടെ എഴുത്തുകൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ ആള് ബെന്യാമിനാണ്. ഇസ്കി പ്രസിദ്ധ രചന, ബെന്യാമിന്റെ ഫേമസ് ആയിട്ടുള്ള എഴുത്താണ് ആടുജീവിതം. ജിസെ ഗോഡ് ഡേയ്സ് എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ആടുജീവിതം എന്നാണ് പേര്, അതിന് ഗോഡ് ഡേയ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൾഫ് നാട്ടില് പെട്ടുപോയിട്ടുള്ള, അതായത് അവിടെ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു പ്രവാസി മലയാളിയുടെ, അവിടെ തൊഴിലെടുക്കാൻ പോയ ഒരു പ്രവാസി മലയാളിയുടെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ഈ ഉപന്യാസ് അപ്പനി സച്ച. അപ്പം ഈ ഉപന്യാസം എന്ന് പറയുന്നത് അതിന്റെ ഒത്തന്റിക് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിലൂടെ വളരെയധികം പ്രശംസ നേടിയിട്ടുണ്ട്. പിന്നെ ബെന്യാമിനെ പ്രവാസി ജീവൻ, ബെന്യാമിൻ ഇത് ആടുജീവിതം അല്ലാണ്ട് മറ്റൊരുപാട് രചനകളും കുറച്ച് രചനകൾ കൂടി എന്തിനെ കുറിച്ചിട്ട്, പ്രവാസി ജീവിതത്തിനെ കുറിച്ചിട്ട് വേറെയും എഴുതിയിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് പേഴ്സൺ എം മുകുന്ദൻ ആണ്.
റൈറ്ററാണ്. ഇസ്കി ശുരുവാത്തി രചനാവുമേ ഫ്രാൻസ് മീം രഹനെ വാല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് ഘട്ടത്തിലുള്ള എഴുത്തുകളിൽ ഫ്രാൻസിൽ താമസിക്കുന്ന മലയാളി പ്രവാസിയും ഒക്കെ, ഫ്രാൻസിൽ ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളികളുടെ ജീവൻ और उसकी सांस्कृतिक पहचान के സംഘർഷ കോ ചിത്രിത് കിയാ ഹൈ. അവിടെ ജീവിക്കുന്ന മലയാളികളെ അവരുടെ ജീവിതത്തിന്റെ സാംസ്കൃതിക് പെഹചാൻ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഐഡന്റിറ്റി കണ്ടെത്താനുള്ള ഒരു സ്ട്രഗിൾ, അതിനെയൊക്കെയാണ് ഈ എഴുത്തുകളിൽ, ഇദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ ഈ എഴുത്തുകളിൽ പറയുന്നത്. പ്രവാസി ഹമേശ അപ്പനെ, ഇനി പ്രവാസികളുടെ കാര്യം കൺക്ലൂഡ് ചെയ്ത് പറയാണ്. പ്രവാസികൾ എപ്പോഴും എങ്ങനെയാ, അവരുടെ വീടും അതുപോലെ തന്നെ ഫാമിലിയും എല്ലാം വിട്ട് ദൂരദേശത്ത് അവര് ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അത്തരത്തിലുള്ള പ്രവാസികളുടെ നമ്മളിപ്പോൾ മൂവീസും അവരുമായിട്ട്, അവരുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസും അതുപോലെ തന്നെ എഴുത്തുകളും ലിറ്ററേച്ചറും ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുള്ള പാരയും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ബാക്കിയുള്ളതൊക്കെ എക്സാമിന് വരുമ്പോൾ ഈ പറഞ്ഞ മൂവീസും എഴുത്തുകളൊക്കെ നോട്ട് ചെയ്ത്, ആൾക്കാരുടെ പേരുമാണ് കേട്ടോ മെയിനായിട്ട് പറഞ്ഞത്, റൈറ്റേഴ്സിന്റെ പേരാണ് പിന്നീട് പറഞ്ഞത്, അതൊന്ന് നോട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.